വിത്ത് തരാൻ പറ്റും. ആ ചോദിച്ചവർക്ക് അത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചത്. ആ വാട്സപ്പ് ഞാൻ നോക്കി അത് വിത്ത് കൊടുക്കണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. പക്ഷെ അത് പിന്നീട് ഇത് ആരാന്നറിയത്തില്ല, ഇതിങ്ങനെ താഴെ പോയി. അപ്പോൾ അവർ ഒന്നുകൂടി ഇത് എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അവർക്ക് വിത്ത് അയച്ചു തരാം. അപ്പം പിന്നെ എല്ലാ വർഷവും നമ്മൾ പിന്നെ അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നൊരു കരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഇത്തിരി താമസിച്ച കാരണം നമ്മുടെ മദർ പ്ലാന്റ് എല്ലാം നന്നായിട്ടൊക്കെ പൂത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പൂവായിട്ടൊക്കെ നിൽക്കുമ്പോൾ അത് വെട്ടാൻ, അതിൻ്റെ ശിഖരം വെട്ടാൻ ഒരു വിഷമം തോന്നിയതുകൊണ്ട് അത് പൂ കൊഴിഞ്ഞിട്ട് വെട്ടാമെന്ന് കരുതി. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ സമയത്ത് കൊടുക്കാനും പറ്റിയില്ല. ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്തതെല്ലാം ആണ് ഇതായി വലുതായിരിക്കുകയാണ്. നല്ല മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മുട്ട ഒന്ന് വരാറായത് എല്ലാം ആ ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര പ്ലാനാണ് ഇനിയുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോരുത്തർ പിന്നെ വന്ന് പ്ലാന്റ് ആവശ്യക്കാരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ചട്ടിയോടൊപ്പം. അപ്പം പിന്നെ പറയാനുള്ളത് ആർക്കെങ്കിലും, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഈ അഡീനിയം പ്ലാന്റ് ആ ഒരു കോംബോ ഓഫറിൽ വേണമെങ്കിൽ അറിയിക്കുക. അപ്പം അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഇപ്പം മഴക്കാലമാണ്. ഇത് നന്നായിട്ട് നോക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നവർ മാത്രമേ ചോദിക്കാവൂ. കാര്യം ഇത്രയും നന്നായിട്ട് നിൽക്കുന്ന അല്ലേ, നന്നായിട്ട് നിൽക്കുന്നത് നിങ്ങൾ വാങ്ങിയിട്ട് ചീഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കൈയും ഭയങ്കര വിഷമമായിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ നല്ല രീതിയിലാണ് നോക്കുന്നത്. പിന്നെ ഇത് വളർന്നു നിൽക്കുന്നത് നല്ല രീതി അടിപൊളിയായിട്ട് നിൽക്കുകയാണ്, നല്ല കരുത്തോടെ നിൽക്കുകയാണ്. അപ്പം പിന്നെ ഓരോ ചെടിയും അപ്പം മഴയത്ത് നിന്ന് കൊണ്ടുപോയി പിന്നെ ഇത് പിന്നെ നട്ട് മഴയത്ത് നിന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ, മഴവെള്ളം കെട്ടി നിൽക്കാതെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം പറയുക, നമുക്ക് പ്ലാന്റ് അയച്ചു തരാം. അതുപോലെ ഇത് കളർ സെലക്ഷനൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. എന്തായാലും 5 വെറൈറ്റി ആയിരിക്കും. 5 പേർക്ക് 5 വെറൈറ്റി എന്ന ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാത്തിലും ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അത് മദർ പ്ലാന്റ് പൂത്തേ അറിയത്തുള്ളൂ അത് ഏത് പൂവാണെന്ന്. എല്ലാം മൾട്ടി പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെയാണ്, സിംഗിൾ പെറ്റലൊന്നുമില്ല ഇതിനകത്ത്, എല്ലാം അല്ലാത്തതാണ്. അപ്പം മദർ പ്ലാന്റ് എല്ലാം അവിടെ അപ്പോൾ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, പിന്നെ നേരത്തെയും പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജൊക്കെ നോക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു മെസ്സേജ് നോക്കിയാൽ പിന്നെ അത് ആരെയും മെസ്സേജ് അയച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതങ്ങ് താഴെ പോകും. അപ്പം അയക്കുന്ന മെസ്സേജുകൾ പിന്നെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ ഞങ്ങളത് ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോയെന്ന് പിന്നെ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെ അടുത്തത് നോക്കുന്നത്. ചിലരൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മൾ പറഞ്ഞല്ലേ, മെസ്സേജ് നോക്കിയിട്ട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ സ്ഥിതി അത് തന്നെയാണ്. ഇപ്പം ക്യാമറ എടുക്കുന്ന ആൾ ഈ കാര്യത്തിൽ 1947 ഒരു കാര്യവും നടക്കത്തില്ല. അപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ ഇവിടെ തൽക്കാലം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അതുകൂടെ നമ്മുടെ അടുത്ത് ഈ ഓർഡർ ചെയ്യുന്നവരുടെ മനസ്സിലൊന്നിരിക്കണം, ഞങ്ങൾ പഴയ ആൾക്കാരാണ്. ഇപ്പോഴുള്ള പിള്ളേരെ പോലെ അത്രയും പെർഫെക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മുടെ മദർ പ്ലാന്റൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മദർ പ്ലാന്റുകൾ. അപ്പോൾ ഈ ഇതിൽ നിന്നാണ് നമ്മൾ ശിഖരമൊക്കെ വെട്ടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ശിഖരം വെട്ടാൻ ഇതൊക്കെ ഒന്ന് മുട്ടായതിന് ശേഷമാണ് ഇനി അടുത്ത ശിഖരം വെട്ടൽ. ഈ മദർ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? മദർ പ്ലാന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മദർ പ്ലാന്റ് ഇത് കൊടുക്കാൻ ഒരു വലിയ കാഡക്സ് വലിയ ഇതാണ്. നോക്കിയേ, ഇതൊക്കെ ഇത് നിനക്ക് വേണമെങ്കിൽ തന്നേക്കാം, ഒരു 1000 രൂപയൊക്കെ വെച്ച് തന്നേക്കാം. എന്താ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ശിഖരം വെട്ടി ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൂടെ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പിൽ പിന്നെ ആരോ 1-2 പേര് ഇവിടെ ഉള്ള ഒരു പഴത്തിൻ്റെ വിത്ത് ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പം അതിൻ്റെ വിത്ത് പിന്നെ വേണമെങ്കിൽ 1-2 പേർക്ക്
വിത്ത് തരാൻ പറ്റും. ആ ചോദിച്ചവർക്ക് അത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചത്. ആ വാട്സപ്പ് ഞാൻ നോക്കി അത് വിത്ത് കൊടുക്കണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. പക്ഷെ അത് പിന്നീട് ഇത് ആരാന്നറിയത്തില്ല, ഇതിങ്ങനെ താഴെ പോയി. അപ്പോൾ അവർ ഒന്നുകൂടി ഇത് എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ അവർക്ക് വിത്ത് അയച്ചു തരാം. അത് വിത്ത് പൈസയ്ക്കൊന്നും അല്ല, വിലയ്ക്കൊന്നും അല്ല, അല്ലാതെ അയച്ചു തരാം. അത് ആരാന്ന് എനിക്കറിയാൻ വയ്യ. ഇത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ചോദിച്ചാലും കൊടുക്കാണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വേറെ ആരെങ്കിലും ചോദിച്ചാൽ അത് എന്തിൻ്റെ വിത്താണെന്ന് ചോദിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതൊരു നല്ല പരിപാടിയല്ലേ. അത് എന്തിൻ്റെ വിത്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ആരാണെന്ന് അവർ തന്നെ പറഞ്ഞാൽ ആണെങ്കിൽ നമ്മൾ അയച്ചു തരും. അവർ തന്നെ ആണെങ്കിൽ നമ്മൾ അയക്കും. അതാരാന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ വാട്സപ്പിലുണ്ടത്. അതെവിടാന്നറിയത്തില്ല. വാട്സപ്പില് ചോദിച്ച ആൾക്ക് മനസ്സിലായെങ്കിൽ ചോദിച്ച ആളിന് മനസ്സിലായെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെ വിത്തിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ആ ചോദിച്ച ആളിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ അയച്ചു തരാം. നമുക്ക് ആരാന്നറിയാൻ പറ്റത്തുള്ളൂ. ചോദിച്ചിരുന്നു അറിയാം, പക്ഷെ ആരാന്നറിയില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞ ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഓരോന്നോരോന്ന് താഴോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കാര്യം നമ്മുടെ അടീനിയം, പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇത് അടീനിയം കളക്ഷൻ തുടങ്ങുന്നവർക്ക് അവർക്കൊരു നല്ല ഓഫറിലാണ് ഇത് കൊടുക്കുന്നത്.